അവിടെ പിന്നെ യുക്തിക്ക് സ്ഥാനമില്ല. വികാരഭരിതമായ ആ സന്ദർഭത്തിൽ പോക്കറ്റ് അടിക്കുകയോ പോക്കറ്റിൽ പാമ്പിനെ ഇടുകയോ ചെയ്യാം. മര്യാദയെ കരുതിയെങ്കിലും നാം മൗനം ദീക്ഷിച്ചേ പറ്റൂ. 3, എന്തെങ്കിലും എതിര് പറഞ്ഞാൽ നാം ആ ശവത്തെ കുത്തുന്നതായി ചിത്രീകരിക്കപ്പെടാൻ എളുപ്പമാണ്. ഒരു കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഫാഷിസ്റ്റ് കമ്മ്യൂണിസം എന്ന ഇതിൽ നിന്നാണ്. അതിന് വളരെ മനോഹരമായ ഒരു എൻഡിങ് അതിനുണ്ട്. ഇതോടുകൂടി പ്രൊട്ടക്ഷൻസ് അവസാനിപ്പിക്കാം. ഫാഷിസം മുതലാളിത്ത തത്വശാസ്ത്രമല്ല, നിരാശരായ ഇടത്തരക്കാരുടെ പ്രതികാര പ്രസ്ഥാനമാണ്. ഒരു ചരിത്രം ഒരു അരച്ചു ചേർത്ത് ഒരു എസൻസ് എടുത്തിരിക്കുന്നതാണ് CJ. ഫാഷിസം മുതലാളിത്ത തത്വശാസ്ത്രമല്ല, നിരാശരായ ഇടത്തരക്കാരുടെ പ്രതികാര പ്രസ്ഥാനമാണ്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പ്രത്യേകിച്ചും അത് ഇടത്തരക്കാരുടെ നേതൃത്വത്തിലായിരിക്കുമ്പോൾ കേരളത്തിലേതുപോലെ ഫാഷിസ്റ്റായി തിരിയുക എന്നത് അസാധ്യമല്ല, അസാധാരണവുമല്ല. ഫാഷിസ്റ്റുകാർ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു, മുതലാളിത്തത്തെ എതിർക്കുന്നു, ദിവ്യ വെളിപാട് അവകാശപ്പെടുന്നു, സർവജ്ഞഭാവം അഭിനയിക്കുന്നു, ഭിന്ന ചിന്താഗതിക്കാരെ രക്തത്തിൽ ഒഴുക്കുന്നു. ജനാധിപത്യം എന്ന പ്രധാന കാര്യം അപ്രായോഗികമായി തള്ളുന്നു. ആദർശ ധീരതയില്ലാത്ത സോഷ്യലിസ്റ്റുകാരൻ ഫാഷിസ്റ്റായി തീരാൻ സമയമധികം വേണ്ട. ഇന്ത്യയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. ഒരു വശത്ത് അവർ സ്വയം ഫാഷിസ്റ്റായി തീരുക, മറുവശത്ത് ഗവൺമെന്റിനെയും പൊതുജനങ്ങളെയും ഫാഷിസ്റ്റ് മനോഭാവത്തിലേക്ക് പിടിച്ചു തള്ളുക. ഇതാണ് നമ്മളുടെ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്നത്തെ കാര്യം മതത്തിന്റെയും ജാതിയുടെയും അന്തരീക്ഷത്തിൽ, ഇതാണ് ഇതിന്റെ കൺക്ലൂഡിംഗ് സെന്റൻസ്. ഞാനിതൊരു അത്യസാധാരണമായ ഒരു പ്രവചനം പോലെ എനിക്ക് തോന്നി. മതത്തിന്റെയും ജാതിയുടെയും അന്തരീക്ഷത്തിൽ വളർന്ന ഒരു ജനതയ്ക്ക് അന്ധമായ അനുസരണത്തിന്റെയും ശൂന്യമായ നിഷേധത്തിന്റെയും ആത്മാവുണ്ടാവും. ആ മണ്ണിലാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് ഫാഷിസ്റ്റുകൾ അവരുടെ കൃഷി നടത്തുന്നത്. മുളച്ചു വരുന്നത് ഗോൾവൽക്കറുടെ കമ്മ്യൂണിസം. ഇതിൽ കവിഞ്ഞൊരു പ്രവചനം ആർക്ക് കേരളത്തിനെയും ഇന്ത്യയും പറ്റി ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. 60 കൊല്ലം 65 വർഷം മുമ്പ്. താങ്ക് യു. ഇതോ